ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ റാങ്കുകൾ ഡയറക്ട്ലി തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുന്നത് എന്ന് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് നമുക്ക് റാങ്ക് തന്നിട്ടില്ല, വാല്യൂസ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇവിടെ റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The prices of tea and coffee during the last 7 months in a town are given below. You are required to state whether there is any correlation between the prices of tea and coffee using Spearman's rank correlation coefficient. Okay, tea 90, 86, 90, 80, 70, 80, 56, 75, 55. Coffee 150, 180, 156, 148, 124, 132, 110. Okay, ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി ഇതിന്റെ പ്രൈസസ് ആണ് തന്നത്. നേരത്തെ അതിന്റെ റാങ്ക് ആയിരുന്നു തന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇത് റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ ഇത്രയും കോളംസ് ആയിട്ട് കൊടുക്കണം. അതായത് ഒന്നാമത്തത് എക്സ് വൈ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ടീ കോഫി ആണ്. ടീയുടെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, വൈ എന്നുള്ളത് നമ്മൾ കോഫിയുടെ വാല്യൂ ആയിട്ട് എടുക്കുന്നു. ഇനി അടുത്തെന്താണ് റാങ്ക് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കോളമാണ്. ദെൻ റാങ്ക് ഓഫ് വൈ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ആദ്യം റാങ്ക് ഓഫ് എക്സും റാങ്ക് ഓഫ് വൈയും ക്വസ്റ്റ്യനിൽ തന്നത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇതിന്റെ റാങ്ക് തന്നിട്ടില്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഡി കാണണം, പിന്നെ ഡി സ്ക്വയർ കാണണം. അപ്പൊ ഇത്രയും കോളംസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ റാങ്ക് കാണുന്നത് എങ്ങനെയാണ്? ഈ തന്നിരിക്കുന്ന വാല്യൂസ്, ഇപ്പോ എക്സിന്റെ റാങ്ക് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും കുറവുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്? 55 ആണ്. അപ്പൊ അതിനെ നമ്മൾ ഒന്നായിട്ട് എടുക്കുന്നു. നേരെ തിരിച്ചു നിങ്ങൾക്ക് ചെയ്യാം, ഏറ്റവും കൂടുതലുള്ളതും ചെയ്യാം. അപ്പൊ 55 ആണ് ഒന്നാമത് വരിക. അപ്പൊ 56 രണ്ടാമത് വരും. ദെൻ നെക്സ്റ്റ് 75 മൂന്നാമത് വരും. 78 നാലാമത് വരും. ഇനി 78 കഴിഞ്ഞാൽ 86 അഞ്ചാമത്. ദെൻ ആറാമത് 90, 98 ഏഴാമത് 71 വരും. ഇതാണ് റാങ്ക് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി റാങ്ക് ഓഫ് വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും കുറവുള്ള ഏതാണ്? 110 ആണ്, 110 ആണ്. ദെൻ 124, പിന്നെ 132, പിന്നെ 148, ദെൻ നെക്സ്റ്റ് 150, 156, 180. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ റാങ്ക് വരും. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഡീവിയേഷൻ കാണണം, ഇതിന്റെ ഡീവിയേഷൻ കാണണം. 6 - 5 എന്ന് പറഞ്ഞാൽ 1, 5 - 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2, 7 - 6 1, 4 - 4 0, 2 - 2 0, 3 - 3 0, 1 - 1 0. ഇനി ഡി സ്ക്വയർ കാണണം. ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 1ന്റെ സ്ക്വയർ 1, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4, 1ന്റെ സ്ക്വയർ 1. ഓക്കെ, ഇവിടെ 0 വരും, ഇവിടെയും 0, ഇവിടെയും 0, ഇവിടെയും 0. ഇനി സിഗ്മ ഡി സ്ക്വയർ കാണണം. സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ 6 എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ R is equal to എന്താണ്? 1 - 6 into സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ 1 - 6 into സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്, ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 2 3 4 5 6 7 ആണ്. ഓക്കെ, അപ്പൊ 7 ക്യൂബ് മൈനസ് 7 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 6 into 6 എത്രയാണ്? 36 ഡിവൈഡഡ് ബൈ 7 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 343 എന്ന് കിട്ടും. -7, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 36 ഡിവൈഡഡ് ബൈ 336 എന്ന് കിട്ടും. 36 ഡിവൈഡ് ബൈ 336 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1 - 0.107 എന്ന് കിട്ടും. അതായത് 1 - 0.107 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.893 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ 0.893 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് 0.75 മുതൽ 1 വരെ എന്താണ്? ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കുക ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് കൊടുക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ടേബിൾ ബേസ് കൊണ്ടാണ് പറയുന്നത്. അതിന്റെ കോറിലേഷൻ ടേബിൾ നിങ്ങൾ ജസ്റ്റ് വാല്യൂസിന്റെ എങ്ങനെയാണ് വരുന്നത് നോക്കുക. അതായത് 0.75 മുതൽ 1 വരെ എന്താണ്? ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.